ശനിയാഴ്ചയൊക്കെ അറിഞ്ഞ് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ശനി ഞായറുകളൊക്കെ നല്ലൊരു പൈസ 2000 റുപ്യൊക്കെ കയ്യിൽ നിൽക്കുന്ന പോലെ ഓടാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ശനിയാഴ്ച നാട്ടിൽ പോണ ദിവസമാണ്. പിന്നെ ഞായറാഴ്ച പറയണ്ടല്ലോ, നല്ല രീതിക്ക് എല്ലാവരും പുറത്തോട്ടൊക്കെ ഇറങ്ങുന്ന ടൈമാണ്. നമ്മൾ അതിനനുസരിച്ച് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ 2000 രൂപയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ 2000 രൂപ ഉണ്ടാക്കണമെങ്കിൽ പുലർച്ചെ തൊട്ട് ഓടേണ്ടി വരും. അപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിലും അല്ലേ കറങ്ങാൻ പോണവരാണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം പിന്നെ മാളിലേക്ക് പോണവരാണെങ്കിലും എല്ലാവരും ഉണ്ടാവും. നമ്മൾ കൂടുതലും ശനി ഞായറും നല്ല രീതിക്ക് ആക്റ്റീവ് ആകാൻ നോക്കുക. അപ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് കയ്യിൽ നിൽക്കും. പിന്നെ തിങ്കളാഴ്ച നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്നവരുടെ തിരക്കും കാര്യങ്ങളും ഓട്ടവും കാര്യങ്ങളും ഉണ്ടാവും. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, അങ്ങനെയൊക്കെയാണ് ശരിക്കും ഓട്ടം വരിക. പിന്നെ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ ഭയങ്കര ശോഭമായിരിക്കും. പക്ഷെ നമ്മൾ വിടാതെ വർക്ക് ചെയ്യേണ്ടി വരും. അതായത് ഈ 3 ദിവസം പോണത് പോട്ടെ, പക്ഷേ ഈ വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങൾ തിരക്കേറിയ ദിവസങ്ങളാണ്. അതിൽ നമ്മൾ കറക്റ്റായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ ഊബർ ഓടുന്നത് അത്ര സിമ്പിളൊന്നുമല്ല. എല്ലാവരും ഊബറിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല പോലെ പൈസ ഉണ്ടാക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് വരുന്നവരുണ്ട്. പക്ഷേ അത്ര സിമ്പിളൊന്നുമല്ല. നല്ല തിരക്കിൻ്റെ ഇടയിൽ നല്ല പോലെ പണിയെടുക്കേണ്ടി വരും. മുട്ടുകാലൊക്കെ തേഞ്ഞു പോകും. എല്ലാവരും സിമ്പിളായിട്ട് വിചാരിച്ചിട്ട് ഊബറിലേക്ക് പോകണം, അങ്ങനെയാണ് സെറ്റപ്പാണ്, അങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചിട്ട് വരുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയല്ല. പണിയെടുക്കണമെങ്കിൽ നല്ല പണിയെടുക്കണം പൈസ ഉണ്ടാക്കണമെങ്കിൽ. പിന്നെ റെൻറ്റ് വണ്ടിയിൽ നമുക്കൊരു 1000 രൂപ റേഞ്ചിൽ ലാഭം ഉണ്ടാക്കുകയാണെങ്കിൽ സ്വന്തം വണ്ടിയിലാണെങ്കിൽ ആ ഒരു എമൗണ്ട് കൂടി നമുക്ക് കയ്യിൽ കിട്ടും. റെൻറ്റ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 800 രൂപ റെൻറ്റാണ്. 800 രൂപ റെൻറ്റ് എടുത്തിരിക്കുമ്പോൾ ഏകദേശം 3000 രൂപ കളക്ട് ചെയ്തെന്ന് വെച്ചോ. അതിന് 800 രൂപ റെൻറ്റിനും, അപ്പോൾ 2800. 800 രൂപ CNGക്കും, അപ്പോൾ അത്രയും 8 തൊട്ടും 16, 1600. ബാക്കി 1400 ഉണ്ടാവും. പക്ഷെ 1400 പറയുമ്പോൾ വീണ്ടും ഒരു 400 രൂപയൊക്കെ CNG വേണ്ട വരും. 1000 രൂപയുടെ അടുത്തേ കൈ നിൽക്കുള്ളൂ റെൻറ്റ് വണ്ടിയാണെങ്കിൽ. 3000 രൂപയ്ക്ക് ഓടിയാൽ ഏകദേശം ഒരു 1000 റുപ്യൻ്റെ അടുത്ത് കൈ നിൽക്കും. അതാണ് ഒന്നുണ്ട കളി. സ്വന്തം വണ്ടിയാണെങ്കിൽ നമുക്ക് അത്രയും എമൗണ്ട് റെൻറ്റ് കൊടുക്കേണ്ട എമൗണ്ട് നമുക്ക് ലാഭം കിട്ടും. റെൻറ്റ് ഇപ്പോൾ 800 കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു 300 വെച്ച് ഡെയിലി സേവ് ചെയ്യണമെങ്കിൽ ആ വണ്ടി സെക്കൻഡ് ഹാൻഡ്സ് വണ്ടി എടുക്കുകയാണെങ്കിലും അത് അടഞ്ഞു കൊടുക്കും ആ പൈസ. ഏറ്റവും കൂടുതൽ ലാഭം അതാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഓടാമെന്ന് വിചാരിച്ച ആരും ഈ സംഭവത്തിലേക്ക് ഇറങ്ങണ്ട. അത്യാവശ്യം പണിയെടുക്കുക എന്നുള്ള ഒരു ഇതിലേക്ക് ഇറങ്ങാം, കുഴപ്പമില്ല. ആദ്യത്തെ 2-3 ദിവസമൊക്കെ ഭയങ്കര കഷ്ടമുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂട്ടും കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ ആ ബേസിൽ ഭയങ്കര കഷ്ടമായിരിക്കും. റൂട്ടും കാര്യങ്ങളൊക്കെ പഠിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഏതൊക്കെ റൂട്ട് എടുക്കണ്ട, ഏതൊക്കെ റൂട്ടിൽ പോകണം, അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് അറിയണം. ഇപ്പോൾ ചില റൂട്ടുകളിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ റിട്ടേൺ ഓട്ടങ്ങൾ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ആ റൂട്ടിൽ നമ്മൾ മിക്കവാറും പോകാതിരിക്കണതാണ് ബെറ്റർ. അങ്ങനെ അത് പഠിക്കാൻ തന്നെ ഏകദേശം ഒരാഴ്ചയുടെ മേലെയാവും. എല്ലാ റൂട്ടും കാര്യങ്ങളും പഠിച്ച് എങ്ങനെ നമുക്ക് ആപ്പും കാര്യങ്ങളും കൈകാര്യം ചെയ്യാം, എങ്ങനെ ഓട്ടങ്ങൾ എടുക്കാം, കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഒരാഴ്ചയാവും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ 1 മാസം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുക. ലോസ് ആണെങ്കിലും പിന്നെ നമുക്ക് ലാഭമാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ആദ്യത്തെ 1 മാസം നല്ല രീതിക്ക് വർക്ക് ചെയ്യും. പിന്നീട് തീരുമാനിക്കുക അത് വേണോ വേണ്ടയോ എന്ന്. ഓക്കെ, ഇതൊക്കെയാണ് ഊബറിൻ്റെ കാര്യങ്ങൾ.